8th ക്ലാസ്സിൽ വരുന്ന മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് കെമിസ്ട്രി സെക്ഷനിൽ വരുന്ന ചാപ്റ്റർ 6 മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ്. നമുക്ക് പൊതുവെ പരിചയമുള്ള മെറ്റൽസിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും പിന്നെ നോൺ മെറ്റൽസിനെ കുറിച്ചുമാണ് ഈ ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ഓക്കെ, You must be familiar with different kitchen utensils. What are the common materials used to make utensils for cooking? ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറിച്ചാണ് ചോദിച്ചത്. പാചകപാത്രങ്ങൾ അല്ലേ, ഏതൊക്കെയാണ് മെറ്റീരിയൽസ് ലൈക്ക് അലൂമിനിയം, സ്റ്റീൽ ആൻഡ് കോപ്പർ. ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അയണും ഉപയോഗിക്കാറുണ്ട് അല്ലേ, ഇരുമ്പിൻ്റെ ചട്ടികളൊക്കെ കണ്ടിട്ടില്ലേ. അതെ, അപ്പം മെറ്റീരിയൽസ് ലൈക്ക് അലൂമിനിയം, സ്റ്റീൽ ആൻഡ് കോപ്പർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Let us do an activity. Take some water in a flat bowl, place a wooden ladle and a steel ladle in it and let it boil. Touch the ladle and find out which one is hotter. So, എന്തുകൊണ്ടാണ് അങ്ങനെ എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇതിനായിരിക്കും ചൂട് കൂടുതൽ ഉണ്ടാവുക. എന്തുകൊണ്ടാണ് അങ്ങനെ? Why it is so? ആൻസർ എന്താണ്? ദ സ്റ്റീൽ ലാഡൽ വിൽ ബി ഹോട്ടർ. ഏതിനാണ് ചൂടുണ്ടാവുക? സ്റ്റീൽ ലാഡലിനാണ് അല്ലേ. ദിസ് ഈസ് ബിക്കോസ് സ്റ്റീൽ ഇസ് എ മെറ്റൽ ആൻഡ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. അതായത് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മെറ്റലാണ് ഇത് എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റീൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്റ്റീലിന് എന്ത് കൂടുതലാണ്? തെർമൽ കണ്ടക്ടിവിറ്റി അഥവാ താപചാലകത കൂടുതലാണ്. താപത്തെ കടത്തിവിടാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തെർമൽ കണ്ടക്ടിവിറ്റി അഥവാ താപചാലകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് കൂടുതൽ ഹോട്ടറായിട്ട് ഫീൽ ചെയ്യുക ചൂട് ഏതായിരിക്കും? ചൂടിനെ കൂടുതൽ കടത്തിവിടാറായിരിക്കും. അതെ, ഇവിടെ സ്റ്റീലായിരിക്കും. നമ്മൾ ചില പാത്രങ്ങളുടെ കൂടെ നമുക്ക് ചില സ്പൂണുകളൊക്കെ കിട്ടും. ആ സ്പൂണ് കയ്യിൽ നമുക്ക് അതിനൊരു പിടി ഉണ്ടാവും. ആ പിടി പിടിക്കുമ്പോൾ നമുക്ക് എന്താവില്ല? ചൂട് വരില്ല അല്ലേ. അതെന്തായിരിക്കില്ല? തെർമൽ കണ്ടക്ടിവിറ്റി അതായത് താപചാലകത ഉള്ളതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? സ്റ്റീലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ എന്താണ്? ഫൈൻഡ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ എബോ സിറ്റുവേഷൻസ്. ഇവിടെ കൊടുത്തിട്ടുള്ള കുറേ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഡിവൈസ് ആൻഡ് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ എന്ത് പ്രത്യേകതയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് എന്താണ്? ഒരു ചുറ്റികയാണ് അല്ലേ. ആ ചുറ്റിക നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതെ, ആണി വലിച്ചെടുക്കാനും പിന്നെന്താണ് അടിച്ച് പറത്താനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വല്ല ഗ്ലാസിൻ്റെ ആയിട്ടാണ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ലല്ലോ. നമ്മളെപ്പോഴും എന്താണ്? ഇരുമ്പ് അല്ലെ മരം അല്ലേ, അതായത് ഹാർഡായിട്ടുള്ളതാണ് ഉപയോഗിക്കുക. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ എന്ന് പറയുന്നത് ഒന്ന് ഹാർഡ്നെസ് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ പഠിച്ചു വയ്ക്കുക. ഏതാണ്? മാലിയബിലിറ്റിയും ഹാർഡ്നെസ്സും ആണ് എന്ത് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താണ്? അവിടെ ഒരു സ്റ്റീൽ പാത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെന്തിനാണ് നമ്മൾ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നത്? അതെ, ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ചൂടിന് എന്ത് ചെയ്യണം? അത് കടത്തി വിടണം അല്ലേ. ചൂട് മുകളിലേക്ക് വന്നാലല്ലേ അതിൻ്റെ ഉള്ളിലുള്ള സാധനം കുക്കാവുള്ളൂ. സോ നമ്മളവിടെ തെർമൽ കണ്ടക്ടിവിറ്റി അഥവാ താപചാലകത എന്ന് പറഞ്ഞ ഗുണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വണ്ണ് കൊടുത്തിട്ടുണ്ട് എന്താണ്? ഇലക്ട്രിക് വയേഴ്സ് ആണ് അല്ലേ. ഇലക്ട്രിക് വയറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കറണ്ട് അടുത്ത സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വയർ ഉപയോഗിക്കുന്നത്. സോ അതെന്ത് കടത്തിവിടുന്നതായിരിക്കണം? വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നതായിരിക്കണം. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അഥവാ വൈദ്യുത ചാലകത. ഓക്കെ, പിന്നെ ഒരു ഗുണവും കൂടി ഉണ്ട് അവിടെ, ഡക്റ്റിലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ. ഡക്റ്റിലിറ്റി എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു പോകും. ഓക്കെ, നെക്സ്റ്റ് വന്ന് അവിടെ ഗോൾഡിൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഓർണമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? ഈ കളറും ഭംഗിയും ഒന്നും ഇല്ലാത്ത ഓർണമെൻറ്റ്സ് ആരെങ്കിലും ഉപയോഗിക്കുമോ? ഇല്ല, നല്ല ഷൈനിങ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ തിളക്കമാണ് എന്ത് ചെയ്യുന്നത്? ലോഹദ്യുതി അഥവാ തിളക്കം എന്ന് പറയും. മെറ്റാലിക് ലസ്റ്റർ എന്നാണ് അതിന് പറയുക. ആ ക്യാരക്ടറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് ഷൈനിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? കുറേ അതെ, നമ്മുടെ ബെല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ. സോ ഇവിടുത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സൊണോറിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു മെറ്റലിൻ്റെ ഫീച്ചറാണ് സൊണോറിറ്റി. അതും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ എന്തൊക്കെ പഠിക്കുന്നത് ഞാൻ പറഞ്ഞത്? മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോറിറ്റി അല്ലേ, മെറ്റാലിക് ലസ്റ്റർ, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ പ്രത്യേകതകളാണ്. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്?
ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റൽസിന് കുറേ എന്തുണ്ടെന്നാണ് പറഞ്ഞത്, കുറേ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ പ്രത്യേകതകളുണ്ട്. ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്തായിരുന്നു, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്, മെറ്റൽസിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് വൺ എഴുതിയിട്ടുണ്ട് എന്താണ്, മാലിബിലിറ്റി. അതിന് മുന്നേ നമുക്ക് നോക്കാം, വാട്ട് ആർ ദ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽ ഫെമിലിയർ വിത്ത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, വാട്ട് ആർ ദ അതർ ക്യാരക്ടറിസ്റ്റിക്, മറ്റെന്തൊക്കെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാമെന്നല്ലേ ചോദിച്ചേ. ആ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. മെറ്റൽസ് ലൈക്ക് അയൺ, കോപ്പർ, ഗോൾഡ്, സിൽവർ ആൻഡ് അലുമിനിയം ആർ ഫെമിലിയർ ടു അസ് ബിക്കോസ് ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ എവറി ഡേ ലൈഫ്. വാട്ട് ആർ ദ അതർ മെറ്റൽസ് ഫെമിലിയർ ടു യു. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റൽസിനെ അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കിയേ, ഗോൾഡ്, കോപ്പർ, ചെമ്പ്, അല്ലെ, ചെമ്പ്, സ്വർണം, സിൽവർ, വെള്ളി. ഇതിനൊക്കെ നമുക്കറിയാം, നിത്യമായിട്ട് നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണിത്, ഈ പറഞ്ഞിട്ടുള്ള മെറ്റൽസൊക്കെ. നിങ്ങൾക്ക് മറ്റേതെല്ലാം മെറ്റൽസിനെ അറിയാമെന്നാണ് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഹൈലൈറ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റൽസ്. അപ്പം ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇനി വരുന്ന ഹെഡിങ്ങുകളാണ്. മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് സോണോറിറ്റി, മെറ്റാലിക് ലസ്റ്റർ, ഹാർഡ്നെസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോണ ചാപ്റ്റർ മൊത്തം എന്താണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് മാലിയബിലിറ്റി. ഹാവ് യു ലുക്ക് അറ്റ് ദ പിക്ചർ. നമ്മളോട് ചിത്രത്തിലേക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മാലിയബിലിറ്റിയാണ് പറയാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് മാലിയബിലിറ്റിയും ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അഥവാ ബാക്കി പ്രത്യേകതകളാണ് പറയാനുള്ളത്. ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബാക്കി ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിടാവുന്നതാണ്. അത് 8th, 9th, 10th, 7th ഒക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.